പ്രിയമുള്ളവരെ, ഇന്നത്തെ ദിവസത്തെ പ്രത്യേകതയെപ്പറ്റി ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ഈയിടെയായി നമ്മളെല്ലാവരും ഒരുപാട് ചർച്ച ചെയ്ത ഒരു വിഷയം കൂടിയാണത്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളായ നിങ്ങളെല്ലാവരും സംസ്ഥാന ഗവൺമെൻറ്റും തദ്ദേശ സ്ഥാപനങ്ങളുമൊക്കെ ഏറ്റെടുക്കുന്ന ലഹരിക്കെതിരായിട്ടുള്ള ക്യാമ്പയിനുകളിൽ വിവിധയിടങ്ങളിൽ പങ്കെടുത്തിട്ടുമുണ്ടാകുമല്ലോ. നമ്മുടെ സ്കൂൾ ജീവിതത്തിൽ, പ്രത്യേകിച്ചും പഠന കാലഘട്ടത്തിൽ ഒരുപാട് സ്ഥലത്ത് യാത്ര ചെയ്യുന്നവരാണ് നമ്മളെല്ലാവരും. സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക്, വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക്, മറ്റിടങ്ങളിലേക്ക്, കളിസ്ഥലങ്ങളിലേക്ക്, ട്യൂഷൻ ക്ലാസ്സിലേക്കൊക്കെ നമ്മളെല്ലാവരും പോകാറുണ്ട്. ആ ജീവിതയാത്രയിൽ എവിടെയെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചാൽ ആ തെറ്റ് തിരുത്താൻ പെട്ടെന്ന് കഴിയില്ല എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. ലഹരിക്കെതിരായിട്ടുള്ള ക്യാമ്പയിനുകൾ സംസ്ഥാന ഗവൺമെൻറ് ഏറ്റെടുക്കുന്നതിൻ്റെ ഭാഗമാകാൻ നിങ്ങൾക്ക് സാധിക്കണം. നമ്മുടെ ലഹരി പഠനത്തോടാകണം, നമ്മുടെ ലഹരി കളിയോടാകണം, നമ്മുടെ ലഹരി മറ്റ് മത്സരങ്ങളിലോടാകണം. പഠിക്കുന്നതിലും വായിക്കുന്നതിലുമൊക്കെ ഉണ്ടാകേണ്ട ഉന്മേഷവും അതിൽ ഏറ്റെടുക്കേണ്ട പ്രവർത്തനങ്ങളും നിങ്ങൾക്ക് തീർച്ചയായും ഏറ്റെടുക്കാൻ കഴിയണം. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം നഗരസഭ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തീകരിച്ച സ്മാർട്ട് ക്ലാസ് റൂമിലൂടെയാണ്. നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടം ഇത്ര തന്നെ മെച്ചപ്പെട്ട സാഹചര്യത്തിലേക്ക് എത്തിയത് ഈ ഇടക്കാലത്താണ് എന്ന് നമുക്കറിയാം. കേരളത്തിലെ ഗവൺമെൻറ് ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ, ബഹുമാന്യനായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് വിദ്യാഭ്യാസ മേഖലയിൽ, പ്രത്യേകിച്ചും വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പ്രവർത്തനങ്ങളോടൊപ്പം നഗരസഭയും ഉണ്ടാകും. നിങ്ങളുടെ വിദ്യാഭ്യാസ രംഗം മെച്ചപ്പെടുത്തുന്നതിന്, നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിന്, നന്നായി പഠിക്കാൻ, നന്നായി കളിച്ചു വളരാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ലഹരിക്കെതിരായി നോ പറയാൻ സധൈര്യം നമ്മുടെ വിദ്യാർത്ഥികളെല്ലാം ഒരുമിച്ച് നിൽക്കട്ടെ എന്ന് ഞാൻ ഈ ആൻറ്റി ഡ്രഗ്സ് ഡേയിൽ നിങ്ങൾക്ക് ആശംസകൾ നേരാൻ ആഗ്രഹിക്കുന്നു.